സമഗ്രമായ ജീവിത വ്യവസ്ഥയായ ഇസ്ലാമിന്റെ അടിത്തറയിൽ നീതിയിലധിഷ്ഠിതമായ എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സമൂഹ നിർമ്മിതി നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. അസ്സലാമു അലൈക്കും. 1960കളുടെ തുടക്കത്തിലാണ് മലയാളി മുസ്ലിങ്ങൾ ബാംഗ്ലൂരിലേക്ക് കച്ചവട ആവശ്യാർത്ഥവും മറ്റുമായി ചേക്കേറുന്നത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ കേരള ജമാഅത്തെ ഇസ്ലാമി ബാംഗ്ലൂരിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിനുശേഷം 1980കളോടുകൂടിയാണ് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സംഘടിതമായ രൂപത്തിലേക്ക് മാറുന്നത്. ശേഷം 2000 കൂടിയാണ് ബാംഗ്ലൂർ വലിയൊരു IT വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് മലയാളികളായ പ്രൊഫഷണലുകളായ മുസ്ലിം ചെറുപ്പക്കാർ ബാംഗ്ലൂരിലേക്ക് ചേക്കേറുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി ഹിറ ഫൗണ്ടേഷൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ജുമഅ നടന്നുവരുന്ന മസ്ജിദുർ റഹ്മ, വിശാലമായ ഇസ്ലാമിക പുസ്തകങ്ങളുടെ ശേഖരമടങ്ങിയ ഹിറ ലൈബ്രറി, കോൺഫറൻസ് റൂം, ബാംഗ്ലൂരിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സൗകര്യപ്രദമായ ഹിറ ഹോസ്റ്റൽ എന്നിവ അടങ്ങിയതാണ് കോഴ്സ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹിറ സെന്റർ. 2017 രൂപീകൃതമായ നാഗർഭാവി ഇസ്ലാമിക് സെന്റർ NIC ജുമാ നമസ്കാരത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യവും കോൺഫറൻസ് ഹാളും വിശാലമായ ലൈബ്രറിയും പ്രവർത്തിച്ചു വരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിലാണ് യുവതലമുറ കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരിലേക്ക് ചേക്കേറുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ജനറേഷനെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി സെൻ്ററിനെ കുറിച്ച് ഇസ്ലാമിക പ്രസ്ഥാനം ആലോചിക്കുന്നതും ഇന്നീ കാണുന്ന എഡിഫിസ് 1 പോലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും. വലിയൊരു മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരിക്കെ തന്നെ നല്ലൊരു മസ്ജിദ് പോലുമില്ലാത്ത മാറത്തഹള്ളിയിൽ ഇന്ന് 1200 പേർക്ക് നമസ്കരിക്കാവുന്ന മസ്ജിദ്, 400-ൽ പരം ആളുകളെ ഉൾക്കൊള്ളാവുന്ന കോൺഫറൻസ് ഹാൾ, പേയിങ് ഗസ്റ്റ് ഫെസിലിറ്റി, വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം, ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കും മറ്റും വരുന്നവർക്ക് താമസിക്കാൻ അനുയോജ്യമായ ഫാമിലി റൂമുകൾ, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വാർ റൂം, ദവാ ലോഞ്ച് തുടങ്ങി ഒട്ടനവധി സംവിധാനങ്ങളോടുകൂടി എഡിഫിസ് 1 എന്ന സ്ഥാപനം കഴിഞ്ഞ വർഷം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വന്ന നമ്മുടെ കമ്മ്യൂണിറ്റി സെൻ്ററുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ജനസേവന മേഖലയിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി HWA നമ്മൾ രൂപീകരിക്കുന്നത്. IT വ്യവസായത്തിൻ്റെ ഹബ്ബായി മാറിയ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിന് മറ്റേതൊരു വികസിത നഗരം പോലെ തന്നെ മറ്റൊരു വശം കൂടിയുണ്ട്. മനുഷ്യരുടെ ദൈനംദിന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് പുറമെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നീ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒട്ടനേകം പേരെ നമുക്ക് ഈ ബാംഗ്ലൂരിൽ കാണാം. അവരുടെയൊക്കെ തന്നെ സാമൂഹ്യ അന്തരീക്ഷം മെച്ചപ്പെടുത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് HWA ലക്ഷ്യം വെക്കുന്നത്. സ്വയം തൊഴിൽ സംവിധാനങ്ങൾ, നിർധന കുടുംബങ്ങൾക്ക് മാസം തോറുമുള്ള റേഷനുകൾ, സ്കൂൾ, കോളേജ്, പഠന സ്കോളർഷിപ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, പഠനത്തിന് പിന്നോക്കം നിൽക്കുന്ന ഏരിയകളിൽ ഉദ്ഭവ ട്യൂഷൻ സെന്ററുകൾ, വിവാഹ സഹായങ്ങൾ, പാർപ്പിട പദ്ധതികൾ, ചേരി ഉദ്ധാരണ പ്രൊജക്ടുകൾ, സർക്കാരേതര സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള സേവാ കേന്ദ്രങ്ങൾ, ഗവൺമെന്റ് സ്കൂൾ സപ്പോർട്ട്, ഡെപ്റ്റ് ക്ലിയറൻസ്, സ്റ്റുഡൻസ് മെന്ററിംഗ്, അത്യാസന്ന മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ആർക്കും ഉപയോഗപ്പെടുത്താവുന്ന ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ആംബുലൻസ് സർവീസ്, പ്രകൃതി ദുരന്തങ്ങൾ നടന്ന സ്ഥലങ്ങളിലേക്കുള്ള സഹായ ഹസ്തങ്ങൾ, സക്കാത്ത് സെൽ തുടങ്ങി HWAയുടെ സേവനങ്ങൾ നിരവധിയാണ്. Hi, my name is Saif Azza and I'm from Bangalore. I am proud to share the support HWA gave me throughout my tough days. Basically, after my dad passed away due to cancer, it was very difficult for me to cope up with my financial needs and to pay my college fees. That time HWA pitched in and supported my financial needs and educational needs. I'm very grateful for them. Now I am proud to say that I work at Amazon. And right now it's my dream to be a part of HWA and support the ones who are in need as I was in whatever ways I can. Thank you. നാട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ബാംഗ്ലൂരിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ തലമുറയെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അപര്യാപ്തമാണ് എന്ന ബോധ്യപ്പെടലിൽ നിന്നാണ് ദീർഘവീക്ഷണത്തോടുകൂടി അവരുടെ അഭിരുചിക്കൂടെ അനുസൃതമായ രീതിയിൽ ഇസ്ലാമിക പ്രസ്ഥാനം ഒരു മോറൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് രൂപം നൽകുന്നത്. കേരള മദ്രസ എഡ്യൂക്കേഷണൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഹിറ മോറൽ സ്കൂൾ ബോർഡിന്റെ തന്നെ സിലബസ് ഫോളോ ചെയ്ത് ഇംഗ്ലീഷിൽ പ്രത്യേകം തയ്യാറാക്കിയ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയാണ് ക്ലാസുകൾ നടത്തുന്നത്. 2000-ൽ മടിവാളയിൽ വെറും 7 വിദ്യാർത്ഥികളുമായി തുടങ്ങി ഇന്ന് 25ഓളം രാഷ്ട്രങ്ങളിൽ നിന്നുമായി 1300-ൽ പരം വിദ്യാർത്ഥികളാണ് ഹിറ മോഡൽ സ്കൂളിൽ നിന്ന് ദീനി വിദ്യാഭ്യാസം നേടുന്നത്. വെറും തിയറി ക്ലാസ്സുകളിൽ ഒതുങ്ങാതെ ബാംഗ്ലൂരിൻ്റെ
വിവിധ ഭാഗങ്ങളിലുള്ള ഓഫ്ലൈൻ മദ്രസകളിലൂടെ കുട്ടികൾക്ക് ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ പ്രാക്ടിക്കലി അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് HMS ആവിഷ്കരിച്ചിട്ടുള്ളത്. കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിന് വേണ്ടി HMS അക്കാഡമിക് വിഷയങ്ങൾക്ക് പുറമെ സോഷ്യൽ അവെയർനെസ് പ്രോഗ്രാമുകൾ, ഫീൽഡ് ട്രിപ്പുകൾ, ക്യാമ്പുകൾ തുടങ്ങിയവയും അതിൻ്റെ അക്കാഡമിക് കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മദ്രസ പഠനം കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ തസ്കിയ കോഴ്സ്, ഖുർആൻ മനഃപ്പാഠമാക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹിഫ്ൽ അക്കാദമി, സ്കൂൾ പാഠ്യ വിഷയങ്ങളിൽ ട്യൂഷൻ നൽകുന്ന ലേൺ അസിസ്റ്റ് തുടങ്ങിയവയും HMSൻ്റെ മാത്രം പ്രത്യേകതയാണ്. Studying in a metropolitan city like Bangalore, one of the biggest challenges a student might face is definitely holding on to your faith. And all thanks to Hira Moral School for making my foundation so strong that I never found it hard to practice my faith or even hold on to my identity as a hijabi Muslim. ഏതൊരു വിശ്വാസിയുടെയും പ്രവർത്തനങ്ങളുടെ ഊർജ്ജ സ്രോതസ്സാണ് വിശുദ്ധ ഖുർആൻ. ബാംഗ്ലൂരിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഏതൊരു സാധാരണക്കാരനും ഖുർആനെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഖുർആൻ സ്റ്റഡി സെൻ്ററുകൾ നമ്മൾ ആരംഭിക്കുന്നത്. ഖുർആനിനെക്കുറിച്ചും മറ്റ് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനും ഗവേഷണം നടത്താനൊക്കെ ഉള്ള അവസരങ്ങൾ ഒരുക്കുന്നു എന്നതോടൊപ്പം അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് കൃത്യമായ പാഠങ്ങൾ പകർന്നു നൽകാനും, അങ്ങനെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ വളരാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയെ രൂപപ്പെടുത്താനും ആ കൂട്ടായ്മയിലൂടെ മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളൊരു ഉമ്മത്താണ് എന്നൊരു തോന്നലിൽ കൂട്ടമായി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ പഠിതാക്കളെ പ്രാപ്തമാക്കാനും ഖുർആൻ സ്റ്റഡിക്ക് സാധിക്കുന്നു എന്നതാണ് ഖുർആൻ സ്റ്റഡിയുടെ എടുത്തു പറയാവുന്ന ഏറ്റവും നല്ല ഒരു സവിശേഷത. അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നൊരു വേദിയാണ് ഈ ഖുർആൻ സ്റ്റഡി സെൻറ്റർ. പ്രത്യേകിച്ച് ഓരോ ക്ലാസ് കഴിയുന്തോറും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും അത് നമ്മുടെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. അതുകൂടാതെ ഓരോ അംഗങ്ങളുമായിട്ട് ഒരു ദൃഢബന്ധം കാത്തു സൂക്ഷിക്കാനും അതൊരു കുടുംബ കൂട്ടായ്മ പടുത്തുയർത്താനും കൂടി സഹായിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 20 വർഷക്കാലത്തിനുള്ളിലാണ് ബാംഗ്ലൂരിൽ മലയാളി മുസ്ലിങ്ങൾ അധികവും താമസമാക്കിയിട്ടുള്ളത്. ഈ ഒരു കാലയളവിൽ തന്നെ വൈജ്ഞാനിക സാമൂഹ്യ സേവന രംഗങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടേതായ ഒരു ഇടം അടയാളപ്പെടുത്തി കൊടുക്കാനുള്ള പരിശ്രമങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് വിമൻസ് വിംഗ് ബാംഗ്ലൂർ ചാപ്റ്റർ നടത്തിയിട്ടുള്ളതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഠനം, സമരം, സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അഥവാ SIO ബംഗളൂരുവിലെ മലയാളി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥിനികളെയും യുവതികളെയും ശാക്തീകരിക്കുകയും ഇസ്ലാമിക അടിസ്ഥാനത്തിന്റെ വെളിച്ചത്തിൽ മലയാളി വിദ്യാർത്ഥിനികൾക്ക് ദിശാബോധം പകരുകയും ചെയ്യുന്ന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങളും ബംഗളൂരുവിൽ സജീവമാണ്. ഒരു സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് വളർന്നു വരുന്ന യുവത്വമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ യുവത്വം മതനിഷേധത്തിനും നവലിബറലിസത്തിനും അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SIO ലക്ഷ്യം വെക്കുന്നത് ആ യുവത്വത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇസ്സത്ത് പകരുക എന്നുള്ളതാണ്. വളർന്നു വരുന്ന പുതിയ തലമുറയിലെ വിദ്യാർത്ഥിനികൾ അവർ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ വിശ്വാസി എന്ന ഐഡൻറ്റിറ്റിയുടെ പേരിൽ പലതരത്തിലുള്ള വിവേചനങ്ങൾ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ തണലിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകുക എന്നതാണ് GIO ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ വിജ്ഞാനത്തോടൊപ്പം മൂല്യബോധവും സർഗാത്മകതയും സാമൂഹിക അവബോധവും വളർത്തിയെടുക്കുവാനായി 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി രൂപം നൽകിയ മലർവാടി ബാലസംഘവും ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടീൻ ഇന്ത്യയും ബംഗളൂരുവിലെ മലയാളി കുട്ടികൾക്കിടയിൽ വ്യത്യസ്ത പരിപാടികളാൽ സജീവമാണ്. പ്രൊഫഷണൽ മേഖലയിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ രൂപം കൊടുത്ത സംവിധാനമായ ആപ്കാ പാത്ത് ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ട് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൗൺസിലിംഗ് ലഭ്യമാക്കാൻ തുടങ്ങിയ ആശ്വാസ് തുടങ്ങിയവ ഈ പ്രസ്ഥാനത്തിന്റെ ശ്രമഫലമായി രൂപപ്പെട്ട സംവിധാനങ്ങളാണ്. കഴിഞ്ഞ 25 വർഷമായി ബാംഗ്ലൂരിലെ മലയാളി മുസ്ലിം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം റമളാൻ സംഗമം എന്നത് ആത്മീയമായ അറിവ് നേടുന്നതിനും
സൗഹൃദം പുതുക്കുന്നതിനുമുള്ള ഒരു വേദി കൂടിയാണ്. ഈ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ബാംഗ്ലൂരിലെ വിവിധങ്ങളായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ വളർന്നതും വ്യാപിച്ചതും. ബംഗളൂരുവിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ ഒരു ആസ്ഥാന മന്ദിരം ആവശ്യമാണെന്ന ചിന്തയിൽ നിന്നും 2000-ന്റെ തുടക്കത്തിൽ സമാന ചിന്താഗതിക്കാരായ കുറച്ചാളുകൾ ഒരു ഇഫ്താറോടുകൂടി കൂടിയ ഒരു ഇരുത്തത്തിൽ നിന്നുമാണ് റമദാൻ സംഗമം പിറവിയെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ റമദാൻ സംഗമങ്ങളും ജീവസന്ധാരണത്തിനായി കുടിയേറിയിട്ടുള്ള വിവിധ വൈദഗ്ധ്യവും കഴിവുമുള്ള പ്രൊഫഷണലുകൾ, വിജ്ഞാന സമ്പാദനത്തിനായി വന്നു ചേർന്നിട്ടുള്ള പഠിതാക്കൾ, രക്ഷിതാക്കൾ, വ്യവസായികൾ, സംരംഭകർ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ ഒരേ വിശ്വാസത്തിന്റെ നൂലിനാൽ ബന്ധിതമായി അനേകായിരങ്ങൾക്ക് അറിവിന്റെ ആത്മീയ ചിന്തകൾ പകർന്നു നൽകുന്നതും കാലികവും പുതുമ നിറഞ്ഞതുമായ വിഷയങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതും പരസ്പര സൗഹൃദങ്ങൾ പുതുക്കാൻ ഉതകുന്നതുമായ വാർഷിക ഒത്തുകൂടലായി മാറുകയായിരുന്നു റമദാൻ സംഗമം. ഇന്നിപ്പോൾ റമദാൻ സംഗമം 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിന്റെയൊക്കെ മുന്നിൽ നടന്നവരെ കൂടി സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിലെല്ലാം ഇടപെട്ടുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലേക്കും ചെന്നെത്തുവാനുള്ള എളിയ ശ്രമമാണ് ബാംഗ്ലൂരിലെ ജമാഅത്ത് ഇസ്ലാമി ഘടകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇന്ന് ബാംഗ്ലൂരിൻ്റെ എല്ലാ കോർണറുകളിലും ഇതിൻ്റെ സംവിധാനങ്ങളും പ്രവർത്തകരും സജീവരാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ഭാഗമാകാം. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ 30-ലധികം വ്യവസ്ഥാപിതമായ പ്രാദേശിക യൂണിറ്റ് സംവിധാനങ്ങളിലൂടെ വിവിധോന്മുഖമായ ഇസ്ലാമിക പ്രവർത്തനങ്ങളാൽ ഈ പ്രസ്ഥാനം ഇന്ന് ബംഗളൂരുവിന്റെ മണ്ണിൽ സജീവമാണ്. ആദർശ പ്രസ്ഥാനത്തിന്റെ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘമാണ് ഈ പ്രവർത്തനങ്ങളുടെ ചാലകശക്തി. റബ്ബിന്റെ മാർഗദർശനവും അനുഗ്രഹവുമാണ് അതിന് ഊർജം പകരുന്നത്. ബംഗളൂരുവിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ സാധ്യമാവുന്ന ഇടങ്ങളിൽ ഈ സംഘത്തോടൊപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലേക്ക് നിങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വരൂ, നമുക്കണിചേരാം, റബ്ബിന്റെ മാർഗത്തിൽ കൈകോർക്കാം.